ഓസിലേറ്റേഴ്സിൻ്റെ ചാപ്റ്റർ 5 എന്ന് പറയുന്നത് ക്ലാപ്പ് ഓസിലേറ്ററാണ്. കോൾപിറ്റ്സ് ഓസിലേറ്റർ തന്നെയാണ് ക്ലാപ്പ് ഓസിലേറ്റർ. വെരി സിമ്പിൾ. കോൾപിറ്റ്സ് ഓസിലേറ്ററിൽ ഒരു അഡീഷണൽ കപ്പാസിറ്ററും കൂടി ആഡ് ചെയ്യുന്നതാണ് ക്ലാപ്പ് ഓസിലേറ്റർ. നോക്കൂ, ഇവിടെ ക്ലാപ്പ് ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. കോൾപിറ്റ്സ് ഓസിലേറ്ററിൽ നമ്മളിവിടെ റേഡിയോ ഫ്രീക്വൻസി കോയിൽ ഉപയോഗിച്ചു. ആ കോൾപിറ്റ്സ് ഓസിലേറ്ററിൽ RFC തന്നെ വേണമെന്നില്ല, അവിടെ വേണമെങ്കിൽ നമുക്ക് റെസിസ്റ്റർ ഉപയോഗിക്കാം. അപ്പോൾ റെസിസ്റ്റർ വെച്ചിട്ട് നമ്മൾ കോൾപിറ്റ്സ് ഓസിലേറ്റർ വരച്ചാലും ഒരു പ്രശ്നവുമില്ല. കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ പോലെ തന്നെ R1 R2 പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ്, R3 എമിറ്റർ സ്റ്റെബിലൈസേഷൻ റെസിസ്റ്റർ, CE എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ, C1 ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, C0 ദാറ്റ് ഈസ് ഔട്ട്പുട്ട് കപ്ലിംഗ്, CO എന്നുള്ളതിനാണ് C ഔട്ട്, അതായത് C ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, C ഇൻ എന്നുള്ളതിനാണ് CI ആണിത് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്. ഇതാണ് നമ്മളുടെ ടാങ്ക് സർക്യൂട്ട്. കോൾപിറ്റ്സ് ഓസിലേറ്ററിൽ C1 C2 മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്തിരുന്നത്. ഇതിൽ C1 C2 ആൻഡ് അഡീഷണൽ 1 കപ്പാസിറ്റർ C3. ഈ C3 കപ്പാസിറ്ററിൻ്റെ വാല്യൂ വളരെ ലോ വാല്യൂ കപ്പാസിറ്ററാണ്. ആക്ച്വലി ഇതിനേക്കാളും വളരെ ഡബിളും 4 ടൈംസ് ഉണ്ടാവും C1ൻ്റെയും C2ൻ്റെയും വാല്യൂ. അത്രയും ലോ ഒരു കപ്പാസിറ്റർ കൂടി ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി, ഇംപ്രൂവ്ഡ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ബാക്കി എല്ലാ വർക്കിങ്ങുകളെല്ലാം തന്നെ C2 എന്ന് പറയുന്നത് ഇവിടെ ഇൻപുട്ട് സെഷനിലും C1 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സെഷനിലും ആണുള്ളത്. ഇതാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ദിസ് ഈസ് ദ ഫീഡ്ബാക്ക് ലൈൻ, ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ആൻഡ് ഇതാണ് നമ്മളുടെ, ഇത് കണ്ടോ, ഇത് നമ്മൾ നേരത്തെ ഗ്രൗണ്ട് കാണിച്ച് വരച്ചു. ഇതൊക്കെ ഗ്രൗണ്ടാണ്, ഇത് ഇങ്ങോട്ട് നേരെ വരച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ C1 എന്ന് പറയുന്നത് ഗ്രൗണ്ടിലും C0 ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്ററിലും കൂടി വരുന്നു, അതായത് കളക്ടറിലും കൂടി വരുന്നു ഔട്ട്പുട്ട് സർക്യൂട്ടിൽ. C2 എന്ന് പറയുന്നത് ഗ്രൗണ്ടിലും ബേസിലേക്കും കൂടി വരുന്നു ഇൻപുട്ട് സർക്യൂട്ടിൽ. പിന്നെ L ഉണ്ട്, C3 ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു സർക്യൂട്ടിൽ C3 എന്ന് പറയുന്നതിൻ്റെ വെരി ലോ വാല്യൂ ആണ്. പിന്നെ എന്തിനാ ആഡ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കോൾപിറ്റ്സ് ഓസിലേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്റർ ഇല്ലാതെ, ക്ലാപ്പ് ഓസിലേറ്റർ അല്ലാതെ കോൾപിറ്റ്സ് ഓസിലേറ്ററിൽ കിട്ടുന്ന ഔട്ട്പുട്ടിൻ്റെക്കാളും 10 മടങ്ങ് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റിയും ട്രാൻസിസ്റ്ററിൻ്റെ പാരാമീറ്റേഴ്സ് ഒന്നും ബാധിക്കാത്ത സ്റ്റേബിൾ ഔട്ട്പുട്ട് ക്ലാപ്പ് ഓസിലേറ്റർ തരുന്നു. അപ്പോൾ കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ ഒരു അഡ്വാൻസ്ഡ് മോഡലാണ് ക്ലാപ്പ് ഓസിലേറ്റർ, ഒരു അഡ്വാൻസ്ഡ് വേർഷൻ. അതാണ് ക്ലാപ്പ് ഓസിലേറ്റർ. ഫീഡ്ബാക്ക് ഇതിലും കപ്പാസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ്. ക്ലാപ്പ് ഓസിലേറ്റർ അല്ലെങ്കിൽ ഗൊറിയറ്റ് ഓസിലേറ്റർ ഈസ് ആൻ LC ഇലക്ട്രോണിക് ഓസിലേറ്റർ ദാറ്റ് യൂസസ് എ പർട്ടിക്കുലർ കോമ്പിനേഷൻ ഓഫ് ആൻ ഇൻഡക്ടർ ആൻഡ് 3 capacitors to set the oscillator's frequency. LC oscillators use a transistor and a positive feedback network. The oscillator has good frequency stability. ഇവിടെ വാക്വം ട്യൂബ്സ് ഒന്നും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. The clap oscillator design was published by James Kilton Clapp in 1948 while he worked at General Radio. According to Wacker, oscillators of this kind were independently developed by several inventors, and one developed by Goriot had been in operation at BBC since 1938. സോ ക്ലാപ്പും ഈ ഗൊറിയറ്റ്, 2 സയൻറ്റിസ്റ്റുമാരുടെ പേരുള്ളതുകൊണ്ടാണ് ഈ 2 രീതിയിലും ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ക്ലാപ്പ് ഓസിലേറ്റർ ഈസ് നോട്ട് വെരി ഹാർഡായിട്ടുള്ള ഒരു സർക്യൂട്ട് അല്ല. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ആൻ അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് കോൾപിറ്റ്സ് ഓസിലേറ്റർ. വർക്കിങ്ങിന് നമ്മൾക്ക് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട്, ദ കപ്പാസിറ്റർ C1 ആൻഡ് C2 ആർ യൂഷ്വലി മച്ച് ലാർജർ ദാൻ ദ CO. ഞാൻ പറഞ്ഞല്ലോ C1 C2 C3 എന്നോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നമ്പർ കൊടുക്കാം. ആ കപ്പാസിറ്ററിൽ മൂന്നാമത് നമ്മൾ അഡീഷണൽ ആഡ് ചെയ്ത കപ്പാസിറ്റർ വെരി സ്മോൾ ആണ്, അതിനേക്കാൾ വളരെ വലുതാണ് C1 ഉം C2. So 1/C0 term dominates the other capacitance and the frequency is near the series resonance of L and C0. Clapp's paper gives an example where C1 and C2 are 40 times larger than C0. The change makes the clap circuit about 400 times more stable than the Colpitts oscillator. That's the important point. Colpitts ഓസിലേറ്ററിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഫ്രീക്വൻസിയേക്കാളും വെരി മച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ക്ലാപ്പ് ഓസിലേറ്ററിന് കഴിയുന്നു. കപ്പാസിറ്റേഴ്സ് C0, C1 and C2 form a voltage divider that determines the amount of feedback voltage applied to the transistor input. Although the clap circuit is used as a variable frequency oscillator, VFO, variable frequency oscillator വളരെ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഓസിലേറ്റർ ഡിവൈസ് ആണത്. ആ ഡിവൈസ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലാപ്പ് സർക്യൂട്ടാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ബൈ മേക്കിംഗ് C0 എ വേരിയബിൾ കപ്പാസിറ്റർ. മൂന്നാമത് നമ്മൾ ആഡ് ചെയ്ത
പുതിയ കപ്പാസിറ്ററിനെയാണ് വേരിയബിൾ കപ്പാസിറ്റർ ആക്കുന്നത്. വാക്കർ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ക്ലാപ്പ് ഓസിലേറ്റർ ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഫോർ ഓപ്പറേഷൻ ഓൺ fixed frequencies or at the most over narrow bands. The problem is that under typical conditions, clap oscillators loop gain varies. നമ്മൾ അതിൽ അത്ര ഡീറ്റെയിൽസ് ആയിട്ട് അതിലേക്ക് പോകേണ്ട. നമ്മൾക്ക് ഇതൊരു മോർ സ്റ്റെബിലിറ്റി തരുന്നതിന് വേണ്ടി കോൾപിറ്റ്സ് ഓസിലേറ്ററിന് വരുത്തിയിരിക്കുന്ന ഒരു ചേഞ്ചിങ് ആണ് ക്ലാപ്പ് ഓസിലേറ്റർ. ഫ്രീക്വൻസി മറക്കണ്ട. ഈ എൽ സി ഓസിലേറ്റേഴ്സിൻ്റെ എല്ലാം ഫ്രീക്വൻസി F=1/2π√LC ആണ്. ഈ സി എന്നുള്ള വാല്യൂ ഇവിടെ മാറുന്നു. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കപ്പാസിറ്റേഴ്സ് ഉള്ളതുകൊണ്ട് 1/C=1/C1 + 1/C2 + 1/C3 അതാണ്. സോ എന്താണ് അതിൻ്റെ ഒരേ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇംപ്രൂവ്സ് ദി ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. അപ്പം 3 ഓസിലേറ്റർ സർക്യൂട്ടുകളാണ് എൽ സി ഓസിലേറ്റേഴ്സായിട്ട്, ടാങ്ക് സർക്യൂട്ട് യൂസ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സായിട്ട് പഠിച്ചത്. ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ്സ് ഓസിലേറ്റർ, ക്ലാപ്പ് ഓസിലേറ്റർ. ഇതെല്ലാം വെരി ഹൈ, സെവറൽ മെഗാ ഹെർട്സിലുള്ള സൈൻ വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സാണ്. ഹാർട്ട്ലി ഓസിലേറ്ററിൽ മെയിനായിട്ട് റേഡിയോ റിസീവറിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓസിലേറ്ററാണ്. ഇത്രയുമാണ് അതിൻ്റെ ഒരു സമ്മറി ആയിട്ട് നമ്മൾക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.